നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, എല്ലാവർക്കും നമ്മൾ ഇന്ന് റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ആൻസേഴ്സ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആലോചിക്കൂ, അതിനെ നമുക്കൊരു ആൻസറായിട്ട് എന്താ പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്ന് നോക്കാം. ഓക്കെ, എൻ്റെ ഇവിടെ ഞാൻ ബുക്ക് ഓഫ് ഒറക്കിൾ, എന്താ പറയുക, ബുക്ക് ഓഫ് ആൻസേഴ്സ് പോലെയുള്ളത് ഇത് വേറെ ബുക്കാണ്, ലവിന് സ്പെഷ്യൽ മെസ്സേജസ് ഉള്ളതാണ്. സോ ഇതിൽ നിന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾക്കുള്ള മെസ്സേജസ് ആയിട്ട് എടുക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിനോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒരു 2-3 ഡിഫറെൻ്റ് ആയിട്ട് എടുക്കാം ഞാൻ ആൻസേഴ്സ് ആയിട്ട്. ഓക്കെ, അതിന് ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്ന രീതിയിൽ ലൈക്ക് ഇത് കാർഡ്സ് കാണുമ്പോൾ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഞാൻ പറയാം. ഓക്കെ, കറണ്ട് ഫീലിംഗ് എന്ന രീതിക്കല്ല, നിങ്ങൾ എന്താണോ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ആ ക്വസ്റ്റ്യനെ കുറിച്ചായിരിക്കാം, മീൻസ് അത് ഞാൻ മാക്സിമം ശ്രമിക്കാം. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലെ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിൽ വരുന്നത് ചിന്തിച്ചോളൂ, അതിനൊരു ആൻസർ ഞാൻ പറയാൻ ശ്രമിക്കാം. കുറച്ച് 2-3 കാർഡ്സും എടുക്കും, ബുക്കും എടുക്കാം. ഓക്കെ, സോ രണ്ടും കൂട്ടിയിട്ട് പറയാൻ ശ്രമിക്കാം. കാർഡ്സ് എടുത്ത് ആദ്യം വെക്കുക. സോ നിങ്ങളുടെ മനസ്സിൽ ക്വസ്റ്റ്യൻ കൊണ്ടുവരൂ ആൻഡ് ലെറ്റ്സ് സീ. ഓക്കെ, ടവർ കാർഡ്, 3 of Pentacles and Knight of Pentacles. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നോക്കട്ടെ. ഇവിടെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന്, ഓക്കെ, എന്തുകൊണ്ടാണ് അവർ നിങ്ങളെ വിട്ടുപോയത് എന്ന രീതിക്കായിരിക്കാം, അല്ലെങ്കിൽ അകൽച്ച ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. തിരിച്ചു വരുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവാം കുറച്ച് പേർക്ക്. 2 തരത്തിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് വന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഇവിടെ ഒരു തേർഡ് പാർട്ടി എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഒരു അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ, ലൈക്ക് എന്താണ് റീസൺ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് തേർഡ് പാർട്ടിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ, ഓക്കെ, നിങ്ങൾ തമ്മിൽ ചില കാര്യങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്ത് പോകാൻ സാധിക്കാത്ത ഇഷ്യൂസ്, ഓക്കെ, അതിന് വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവാം. ഓക്കെ, വേറെ എന്തെങ്കിലും മജീഷ്യൻ, ഓക്കെ, ഇല്ല, കൂടുതലും എനിക്ക് തേർഡ് പാർട്ടി എനർജിയാണ് ഇവിടെ വരുന്നത്. തേർഡ് പാർട്ടിയുടെ ഒരു ഫീലിങ്സ് വരുന്ന എനർജി ഉണ്ട് ഇവിടെ. ആരോ നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലം ഉള്ളതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. സോ യെസ്, മോസ്റ്റ്ലി ഇത് തേർഡ് പാർട്ടി എനർജി ആണ്. ഇവിടെ നിങ്ങൾ ഒരുപാട് ഓവർ ഗിവിങ് ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ കുറച്ചൊരു ഒന്നുമില്ലെങ്കിൽ മാരീഡ്, അല്ലെങ്കിൽ അവർ ഒരു എന്താ പറയുക, ഈഗോ വെച്ച് നിൽക്കുന്ന 2 തരത്തിലും എടുക്കാം. അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഒന്നിച്ച് മേ ബി ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരാൻ പറ്റുന്നില്ല, ബിക്കോസ് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കാൻ തയ്യാറല്ല എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ 2 ആൻസേഴ്സ് ആവാം ഇവിടെ. അങ്ങനെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന്, യെസ്, തേർഡ് പാർട്ടി ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ നിങ്ങളെ തമ്മിലൊരു അകറ്റിയ രീതിക്ക് മേ ബി വേണം വെച്ച് അകറ്റി, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് തേർഡ് പാർട്ടിയുടെ റീസൺ കൊണ്ട് നിങ്ങൾ അകന്നു എന്നും ആവാം. ഓക്കെ, സോ ഇവിടെ ടവർ മൊമെൻറ്റ് കാണുന്നുണ്ട് എനിക്ക്. നിങ്ങൾ നമ്മുടെ ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ സിറ്റുവേഷൻ കാണുന്നുണ്ട്. ആൻഡ് തിരിച്ചു വരുമോ എന്നുള്ളൊരു ക്വസ്റ്റൻ ആണെങ്കിൽ യെസ്, അവർ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. നൈറ്റ് ഓഫ് പെനക്കിൾസ് ആണ്. സോ നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. പക്ഷേ കുറച്ച് സ്ലോ ആണ്, പെട്ടെന്ന് വരില്ല. ഓക്കെ, ഒരു സമയം എടുക്കുന്ന രീതിക്കാണ് കാണുന്നത്. ഓക്കെ, ഇതൊരു സ്ലോ മൂവിങ് എനർജി എന്ന് പറയും, സ്ലോ ആയിട്ട്, അതായത് വേണം എന്നുണ്ട്, ബട്ട് അവർ അത്ര വേഗം തോറ്റു തരാൻ തയ്യാറല്ലാത്തതുകൊണ്ടായിരിക്കും ഞാൻ ഈഗോൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. സോ മേ ബി അത്ര വേഗം അങ്ങനെ താണു തിരിച്ച് വരണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. മാത്രമല്ല ഇതൊരു സ്ലോ ബിൽഡിംഗ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ മെല്ലെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത്, ഓക്കെ, ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് പതിയെ കൊണ്ടുപോകുന്ന തരത്തിലാണ്. സോ അങ്ങനെ അവർക്ക് ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും, അതിന് തിരിച്ച് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷെ കുറച്ച് സ്ലോ ആണ്. ഓക്കെ, പെട്ടെന്ന് ഒരു ആക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഉണ്ട്, വരും. ഓക്കെ, പുറപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ മനസ്സിലുണ്ട്, ആഗ്രഹമുണ്ട്, തിരിച്ചു വരാനുള്ള ആഗ്രഹമുണ്ട്, ഒരു ഓഫറുമായിട്ട് തിരിച്ചു വരുന്നതായിട്ട്. അതായത് വീണ്ടും ഒരു സോറി പറഞ്ഞു വരിക, അല്ലെങ്കിൽ നമ്മൾ ഓക്കെ ബെറ്റർ നമുക്ക് കുറച്ചുകൂടി കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാം എന്ന രീതിക്കൊക്കെ പറഞ്ഞു വരുന്ന പോലെയാണ്. ഓക്കെ, ലെറ്റ്സ് സീ ബുക്ക് ഓഫ് ആൻസേഴ്സ് കൂടി നോക്കാം നിങ്ങൾക്കുള്ള. ഓക്കെ, അവർക്ക് എന്താണ് വേറെ നിങ്ങളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻ, അവരുടെ ആൻസർ. ദ ലെറ്റർ എസ്, ക്യാൻ യു ലിവ് വിത്ത് യുവർ സെൽഫ് ഇൻ ദ മോർണിംഗ്. ഓക്കെ, സോ അവർ ചെയ്ത ഒരു മിസ്റ്റേക്ക്, അവർ ചെയ്തു പോയിട്ടുണ്ട് ഒരു തെറ്റ്. ഇനി തേർഡ് പാർട്ടിയുടെ ആണെങ്കിൽ അങ്ങനെ, ഓക്കെ, ആ തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ അവർക്ക് അവർക്ക് നല്ല കുറ്റബോധമുണ്ട് ഇവിടെ. ഓക്കെ, അതാണ് മെയിനായിട്ട് കാണുന്നത്. ആൻഡ് ഇവിടെ ലെറ്റർ യെസ് വളരെ പ്രൊമനൻ്റ് ആയിട്ട് വന്നു. സോ യെസ്, നിങ്ങൾക്കുള്ള അല്ലാത്തവർക്ക് ഇല്ല എന്നൊന്നുമില്ല കേട്ടോ, എല്ലാവർക്കും ഉള്ളതാണ്. ബട്ട് യെസ്, ലെറ്റർ യെസ് ഒന്ന് കുറച്ച് ഇതായിട്ട് വന്നു.
എൻ്റെ ഇവിടെ അവർക്ക് ശരിക്കും എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഫേസ് ചെയ്യാൻ വയ്യ. ഓക്കെ, നിങ്ങളെ ഫേസ് ചെയ്യാനുള്ള നല്ല മടിയുണ്ട്, അപ്പോൾ അവർ കുറ്റബോധമുണ്ട് എന്ന രീതിയിലാണ്. എനിക്ക് അങ്ങനെയാണ് അവർ പറയുന്നത്. അതാണ് എന്നിട്ട് എനിക്ക് ആ കുറ്റബോധം കൊണ്ട് എനിക്ക് രാവിലെ നമ്മൾ അവനവൻ്റെ മുഖത്ത് നോക്കാൻ പോലും വയ്യ എന്ന് പറയില്ലേ, ആ രീതിക്കാണ്. ആൻഡ് നിങ്ങളെ ഫേസ് ചെയ്യാൻ വയ്യ എന്ന രീതിയിലാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവർ കൂടുതലും അത്ര വേഗം വരാത്തത്, കുറച്ച് സമയം എടുക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. സൈലൻ്റ് ആയിട്ടുണ്ടെങ്കിലും അതുകൊണ്ടാണ്. ഓക്കെ, ലെറ്റ്സ് സീ. The gypsy sees the image of a rake, you will get what you need. ഓക്കെ, യെസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കിട്ടും. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്നപ്പോൾ അവരെയൊക്കെ ഇന്ന് അവരുടെ ഭാഗത്തുനിന്നൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്, കുറച്ചുകൂടി കമ്മിറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ യെസ് വരുന്നുണ്ട്, അവർ തീർച്ചയായിട്ടും വരുന്നുണ്ട്. ആൻഡ് ഇത് ആക്ച്വലി നമ്മൾ പറയില്ലേ, ഒരു കൃഷിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, ഉഴുതിടുക എന്നൊക്കെ പറയില്ലേ, ആ രീതിക്കുള്ള ഒരു ഇതാണ്. സോ നിങ്ങൾ ആഗ്രഹിച്ച പോലെ, അതായത് ഒരു ഗ്രോത്ത്, ഒരു വിളവെടുപ്പ് നിങ്ങൾക്ക് കിട്ടും എന്ന രീതിയിലാണ്. സോ യെസ്, നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കും. ഓക്കെ, സോ ഡോണ്ട് വറി. ഒന്നുകൂടി എടുക്കാം നിങ്ങൾക്ക്. നമ്പർ 5 സജസ്റ്റ് ദെയർ വിൽ ബി കോൺസിക്വൻസസ്. ഓക്കെ, സി നമ്മൾ പക്ഷേ ഏതൊരു കാര്യത്തിനും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 5 എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ചേഞ്ച് ആണ് നമ്മൾ പറയാം. ഓക്കെ, മാറ്റങ്ങളുടെ നമ്പറാണ്. സോ ഇവിടെ ഏതൊരു കാര്യത്തിനും അതിൻ്റേതായ ഒരു നമ്മൾ എന്താ പറയുക, കോൺസിക്വൻസിന് എന്താ പറയുക, നമ്മൾ ചെയ്തതിൻ്റെ ഫലം ഒരു തിരിച്ചൊരു ഫലം ഉണ്ടാവും എന്ന് പറയില്ലേ, ആ രീതിക്ക്. അതായത് എന്ത് ചെയ്താലും അതിനൊരു ഫലം ഉണ്ടാവും, അത് കർമ്മ എന്ന രീതിയിൽ. ഓക്കെ, സോ ഇവിടെ നമ്മൾ പറയുന്ന ഇവിടെ നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പേഴ്സൺ ഓക്കെ അവർ കർമ്മഫലം അനുഭവിക്കേണ്ടി വരും എന്ന രീതിക്കുമായിരിക്കാം. അല്ലെങ്കിൽ ഇവിടെ സിറ്റുവേഷനിൽ ഒരു മാറ്റം വരണം എന്നുകൂടി ആയിരിക്കും. ബിക്കോസ് അവർ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അവർ മാറ്റണം, അല്ലേ, അവർ ചേഞ്ച് ചെയ്യണം. സോ ആ ഒരു ചേഞ്ച് ഇവിടെ വരാനുണ്ട് എന്ന രീതിയിലാണ്. ഐ തിങ്ക് ആ മാറ്റങ്ങൾക്കുള്ള സമയമായിരിക്കാം, ഇപ്പോൾ ഡിലേ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളോടും പറയുന്നത്, നിങ്ങളും ഈ സിറ്റുവേഷനെ അപ്രോച്ച് ചെയ്യുന്നതിൻ്റെ ഒരു ചില മാറ്റങ്ങൾ നിങ്ങളിലും വരാനുണ്ട്. ഓക്കെ, നിങ്ങൾക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളും ചിന്തിക്കാറുണ്ട്, അല്ലേ. നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ ആ സിറ്റുവേഷനിൽ തന്നെ ചില മാറ്റങ്ങൾ വരാനുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ആ മാറ്റത്തിൻ്റെ സമയമായിരിക്കാം. സോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് വരും എന്നാണ് കാണുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. തേർഡ് പാർട്ടി ആവാം, അല്ലെങ്കിൽ യാ, ലെറ്റ്സ് സീ. ഓക്കെ, നിങ്ങൾക്ക് വേറെയും എന്തെങ്കിലും മനസ്സിൽ ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ ആലോചിച്ചോളൂ. ഇതന്നെ മെയിൻ ഉണ്ടാവുള്ളൂ, അല്ലേ. എന്തായാലും നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വേറെ മെസ്സേജസ് വരുന്നത്, ഒരു ക്വസ്റ്റ്യൻ വ്യൂവേഴ്സിൻ്റെ മനസ്സിലുള്ളതിന് ആൻസർ പേഴ്സൺ എന്താ പറയാൻ ആഗ്രഹിക്കുന്ന, വാട്ട് ഡു ദേ വാണ്ട് ടു സേ. പേജ് ഓഫ് കപ്സ്, വേൾഡ് കാർഡ് ആൻഡ് ലവേഴ്സ് എനർജി. ഓക്കെ, നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ എന്ന്. അതായിരിക്കാം ചോദ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ് ഉണ്ട്. ഓക്കെ, വളരെയധികം സ്നേഹമുണ്ട്. നിങ്ങൾ തമ്മിൽ റീയൂണിയൻ ഉണ്ടാവുമോ എന്ന രീതിക്കായിരിക്കാം ക്വസ്റ്റ്യൻ. യെസ് യെസ് യെസ്. ഓക്കെ, ഓഫ് കോഴ്സ്. യെസ് 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 യെസ്. ഓക്കെ, നിങ്ങളുടെ എല്ലാ ആൻസറും ഇവിടെ യെസ് ആണ്. ഓക്കെ, നല്ല പോസിറ്റീവ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നെഗറ്റീവ് ചോദിക്കരുതേ. ചോദിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു, ഹോപ്പ്ഫുള്ളി. ഓക്കെ ഓക്കെ, സപ്പോസ് നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ എൻഡായി പോയോ എന്ന് വല്ലതും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അത് ആദ്യം പറഞ്ഞേക്കാം. ഓക്കെ, നിങ്ങൾക്ക് എൻഡിങ് അല്ല. ഓക്കെ, ഒരു എൻഡിങ് അല്ല ഇത്. പക്ഷെ അവരൊരു അവരൊരു കാര്യം തീരുമാനമെടുത്ത് തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, പക്ഷെ അതിനുള്ള സമയം വേണം. ഓക്കെ, അതിനുള്ളൊരു സമയം, അവർ ചോയ്സ് എടുക്കാനുള്ള കാര്യമാണ് കാണുന്നത്. ആ ചോയ്സ് എടുത്ത് അവർ തിരിച്ചു വരും എന്നുള്ളത് കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ അവർ പെട്ട് നിൽക്കുകയാണ്, മുന്നോട്ട് തിരിച്ചു വരും എന്ന രീതിക്കാണ്. അങ്ങനെ എൻഡായി പോയോ എന്നെങ്ങനെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻഡായിട്ടില്ല, ഇറ്റ്സ് നോട്ട് ഓവർ. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അല്ലാത്തവർക്ക് നിങ്ങൾ സ്നേഹമുണ്ടോ, ഫീലിങ്സ് ഉണ്ടോ, ശരിക്കും എന്നോട് ഇഷ്ടമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ യെസ്, വളരെയധികം സ്നേഹമുണ്ട്. വളരെയധികം ആക്ച്വലി അവർക്ക് നിങ്ങളോട് സ്നേഹം മനസ്സിൻ്റെ ഉള്ളിൽ ഡീപ്പായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അവർ നിങ്ങളോടൊരു കമ്മ്യൂണിക്കേഷനുമായിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. വേൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് എന്നാണ് എടുക്കുക. സോ അവർ യെസ്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സെപ്പറേഷൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് അവർ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. റീയൂണിയൻ്റെ ഒരു എനർജിയാണ്, സെലിബ്രേഷൻ എനർജിയാണ്. ആൻഡ് ഇവിടെ ലവേഴ്സ് ഉണ്ട്. ലവേഴ്സ് പറയുമ്പോൾ അഗൈൻ ഇവിടെ നമ്മൾ ചോയ്സിൻ്റെ കാര്യം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവരൊരു തീരുമാനമെടുക്കും, അവരുടെ ലൈഫിൽ എന്താണ് വേണ്ടത്, ആരെയാണ് വേണ്ടത് എന്ന രീതിക്കൊക്കെ അവരൊന്ന് ആലോചിച്ച് തീരുമാനം എടുക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എന്ന് മാത്രമല്ല, പക്ഷേ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹത്തിനെ കൂടിയാണ് കാണിക്കുന്നത്, നിങ്ങളോടുള്ള ബോണ്ടിനെയാണ് കാണിക്കുന്നത്. നിങ്ങളുമായിട്ട് വളരെയധികം അറ്റാച്ച്ഡ് ആണ്, വളരെയധികം ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനെയാണ് ഇവിടെ കാണിക്കുന്നത്. സോ എവിടെയും അത് വിട്ടുപോകുന്നില്ല, ഡെഫിനറ്റ്ലി വിട്ടുപോകില്ല. ആൻഡ് 8 ഓഫ് സോർട്സ് ആൻഡ് 8 ഓഫ് വോൺസ് ആണ് കാണിക്കുന്നത്. അവരിപ്പോൾ പെട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് അവർ പുറത്ത് വരും. ഓക്കെ, ആൻഡ് ഇത് കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ്, ഫാസ്റ്റ് മൂവിങ് എനർജിയാണ്. സോ യെസ്, അവർ മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന രീതിക്ക് കാണുന്നുണ്ട് ഇവിടെ. ഓക്കെ, കിങ് ഓഫ് കപ്സും ഉണ്ട്. സോ യെസ്, ഫീലിങ്സ് ഉണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ തുറന്ന് ഇപ്പോൾ എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഒരു ചെറിയ സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണാം, ഒരു ചെറിയൊരു ഇമോഷണൽ ഒരു ഇതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ ഭാഗത്തുനിന്ന്. ഫീലിങ്സ് ഉണ്ടോ എന്നുള്ള
എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. ആക്ച്വലി ഓക്കെ, വളരെ നല്ലത് തന്നെയാണ്. തേർഡ് പാർട്ടി ഉണ്ടാവാം, കുറച്ച് പേർക്ക് തേർഡ് പാർട്ടിയിൽ സ്റ്റക്കായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതിനുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ തേർഡ് പാർട്ടി ഉണ്ടാവാം. ബട്ട് നിങ്ങളോടാണ് ഫീലിങ്സ്, അവരുടെ ചോയ്സ് നിങ്ങളാണ്. ഓക്കെ, അവരുടെ ഒരു നമ്മൾ പറയില്ലേ ലൈഫിൽ ആരെയാണ് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ്. തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ തന്നെ അതിനെ വിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. എല്ലാ മീൻസ് ഉപേക്ഷിച്ച് വരിക എന്നിരിക്കില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് അതിൽ നിന്ന് എൻഡ് ചെയ്യാൻ പറ്റുന്നവർ എൻഡ് ചെയ്യും, അല്ലാത്തവർക്ക് അവർ നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് ആൻസേഴ്സ് കൂടി നമുക്ക് ബുക്കൊന്നും കൂടി നോക്കാം. മെസ്സേജസ് എന്താ വരുന്നത്? ദ ലെറ്റർ എക്സ് ആണ് തോന്നുന്നത് അല്ലേ? എക്സ് മാതിരി ഉള്ളത്, കെ അല്ല. എക്സ് തന്നെയാണ്. ഓക്കെ, യു ഹാവ് സെലക്ടഡ് ദ ലെറ്റർ എക്സ് ആൻഡ് അൺഇക്യുവോക്കൽ യെസ് 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 യെസ്. ഞാൻ നേരത്തെ പറഞ്ഞത് അതേപോലെ തന്നെ യെസ് 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 എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ തിരിച്ച് വരുമോ എന്ന് ചോദിച്ചാൽ യെസ്. എൻ്റെ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പക്ഷേ യെസ് അല്ല കേട്ടോ, അത് നോ ആണ്. എന്നെ തിരിച്ച് വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യെസ്, തിരിച്ച് വരും. സ്നേഹം ഉണ്ടോ, ഫീലിങ്സ് ഉണ്ടോ, യെസ്. ഓക്കെ, തേർഡ് പാർട്ടി ഒഴിവാക്കി വരുമോ, യെസ്. നിങ്ങളെയാണോ വേണ്ടത്, യെസ്. എന്ത് കാര്യമായാലും ശരി, യെസ്. ഓക്കെ, നമ്മളത് ഓൾറെഡി നമുക്ക് കാർഡിൽ കിട്ടി, അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, one more. The palm reader sees a lawyer's fork. You can talk your way into it. Actually, ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ വളരെ സീരിയസ് ആയിട്ട് എന്തെങ്കിലും കേസ് പോലെയൊക്കെ, ഡൈവേഴ്സ് കേസ് അങ്ങനത്തെ വല്ലതുമൊക്കെ ആണെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് അതും പറഞ്ഞ് സോൾവ് ചെയ്യാൻ പറ്റും എന്ന രീതിക്കാണ് കാണുന്നത്. ഓക്കെ, അല്ലാത്തവർക്കും ഇപ്പം നിങ്ങൾ പറയില്ലേ തർക്കം ഒരു മൂത്ത് അത് കുറച്ച് അന്യായം, യുനോ ഒരു ലോയറിൽ അടുത്ത് പോവുക എന്ന രീതിക്കല്ല, നമ്മൾ പരസ്പരം തർക്കിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ലെവലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതും നിങ്ങൾക്ക് സംസാരിച്ച് സോൾവ് ചെയ്യാൻ പറ്റും എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സംസാരം കൊണ്ട് ഇത് തീർക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരു എനർജിയാണ് എനിക്ക് വരുന്നത്. യാ ഓക്കെ, എന്തായാലും സോൾവ് ആവും എന്ന രീതിക്കാണ്. ഈവൻ കേസ് വരെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഓക്കെ, അത് സോൾവ് ആയിട്ട് നിങ്ങൾക്ക് ഒരു കോംപ്രമൈസ് എത്താൻ പറ്റും. ഓക്കെ, വൺ മോർ. The palm reader again discerns a well-proportioned amount of Venus and enthusiastic. യെസ്, നിങ്ങൾക്ക് വീണ്ടും യെസ് ആണ് വരുന്നത്. ഓക്കെ, ആൻഡ് മൗണ്ട് ഓഫ് വീനസ് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഇവിടെയാണ്. ഇതിനെയാണ് മൗണ്ട് ഓഫ് വീനസ് എന്ന് വിളിക്കുക. നമ്മുടെ കയ്യിൽ പാം റീഡറിൻ്റെ ആണ് കയ്യിൽ. ഇതാണ് മൗണ്ട്. എനിക്ക് എല്ലാം ഒന്നും അറിയില്ല കേട്ടോ, 1-2 അറിയാം. സൺ ഇവിടെയാണ് തോന്നുന്നു. യാ, ഐ തിങ്ക് സൺ എന്ന് പറയുന്നത് ഇവിടെയാണ് എന്നാണ്. സോറി, വേണ്ട. ഓക്കെ, വീനസ് ഇതാണ്, അതെനിക്കറിയാം. ഓക്കെ, സോ വീനസ് എവിടെ എന്ന് പറയുമ്പോൾ ഇത് നമ്മളുടെ സ്നേഹം, റിലേഷൻഷിപ്സ്, നമ്മുടെ ലൈഫിൽ കിട്ടാനുള്ള ലഗ്ജറീസ്, കാർ വാങ്ങുക, വീട് വയ്ക്കുക, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളിലേക്ക് ഈ ഏരിയ ആണ് പറയാം. ഓക്കെ, അതിൻ്റെ ഒരു റെമഡി ഞാൻ ഇനി ഒരു പോസ്റ്റ് ഇപ്പോൾ ഓർമ്മ ഒന്നാണ്, അതിന് പറയാം. പിന്നെ സോ ഇത് നല്ല ഒരു ഏരിയ ആണ് നിങ്ങളുടെ കയ്യിൽ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നല്ലൊരു നിങ്ങൾക്ക് എല്ലാം നല്ലത് കിട്ടാനുണ്ട്, ലവ് കിട്ടാനുണ്ട്, നിങ്ങളുടെ ലൈഫിൽ സ്നേഹം വരാനുണ്ട്, ഒരു നല്ല റിലേഷൻഷിപ്സ് വരാനുണ്ട്. ഓക്കെ, നിങ്ങൾക്കെല്ലാം നല്ല കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പണമായാലും ശരി, ലഗ്ജറീസ് ആയാലും ശരി, എല്ലാം നിങ്ങൾക്ക് വരാനുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് അഗെയിൻ ഇവിടെ യെസ് പറയുന്നുണ്ട്. സോ അഗെയിൻ നമ്മളിവിടെ പറഞ്ഞതും അതാണ്, ഫീലിങ്സ് ഉണ്ട്, സ്നേഹമുണ്ട് എന്ന രീതിക്ക് തന്നെയാണ്. സോ അഗെയിൻ യെസ്, വൺ മോർ യെസ് ഫോർ യു. ഓക്കെ, സോ ഐ തിങ്ക് മതി അല്ലേ, ഒരുപാട് നെട്ടേണ്ട ആവശ്യമില്ല. ഐ തിങ്ക് നിങ്ങൾക്കുള്ള ആൻസേഴ്സ് ഒരുവിധം കിട്ടിക്കാണെന്ന് വിചാരിക്കണം. ഒരു ക്വസ്റ്റ്യൻ കൂടി വേണോ? ശരി, ചെയ്ത സ്ഥിതിക്ക് ഓക്കെ, എന്തായാലും ഒരു ക്വസ്റ്റ്യൻ കൂടി എടുത്തേക്കാം. ലാസ്റ്റ് വൺ. ഓക്കെ, നിങ്ങൾക്കൊരു സമാധാനത്തിന് നോക്കട്ടെ. പക്ഷേ ഇനി എന്താ ക്വസ്റ്റ്യൻ ബാക്കിയുള്ളത് ചോദിക്കാൻ? ലെറ്റ്സ് സീ, എന്താ ആൻസർ വരുന്നതിനനുസരിച്ച് പറയാം. വ്യൂവേഴ്സിൻ്റെ മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ആലോചിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്താ വരുന്നതെന്ന് വെച്ചാൽ കേൾക്കാം. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലെങ്കിൽ വിട്ടേക്കും, നോ പ്രോബ്ലം. ജസ്റ്റ് ചുമ്മാ നമുക്കൊരു ലാസ്റ്റ് ഒരു മെസ്സേജ് കൂടി നോക്കാം. 6 of Swords, 3 of Wands, Knight of Cups. സി, പറയാനൊരു കാര്യമുള്ളൂ, സെയിം തിങ്. യെസ് യെസ് യെസ്. ക്വസ്റ്റ്യൻ അഗെയിൻ ചുമ്മാ ചോദിച്ചായിരിക്കാം ചിലപ്പോൾ. നിങ്ങൾ ഓൾറെഡി നമുക്ക് ആൻസർ കിട്ടിയതാണെങ്കിലും മേ ബി നിങ്ങൾ പിന്നെയും അത് ചോദിച്ച പോലെയാണ് തോന്നുന്നത്. ഓക്കെ, തിരിച്ച് നിങ്ങളോട് അവരുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യുമോ, തുറന്നു പറയുമോ, അവരുടെ ഭാഗത്തുനിന്ന് ഒരു അപ്രോച്ച് ഉണ്ടാവുമോ, അങ്ങനത്തെ വല്ലതും ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത്. സോ ഇവിടെ എനിക്ക് കാണുന്നത് അവരുടെ ഭാഗത്തുനിന്ന് യെസ് ഒരു അപ്രോച്ച് ഉണ്ടാവും. ഓക്കെ, അഗെയിൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുറച്ച് സ്ലോ എന്ന് പറഞ്ഞിരുന്നു ഞാൻ, ബട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും എന്നും ഉറപ്പാണ്. ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷനിൽ എനിക്ക് കാണുന്നത് നൈറ്റ് ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് വൺസ് ഉണ്ട്. സോ യെസ്, അവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷനാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ആക്ഷൻ ഉണ്ടാവും. 6 of Swords എനർജി ഉണ്ട്. സോ നിങ്ങൾ തമ്മിൽ മുന്നോട്ട് വളരെ പീസ്ഫുള്ളായിട്ട് ഒരു സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്റ്റ് പിന്നിലുണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ പിന്നിൽ ഉപേക്ഷിച്ച് നിങ്ങൾ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്ന രീതിയിലാണ്. ആൻഡ് പ്ലാനിങ് കാണുന്നുണ്ട്, നിങ്ങൾ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ചിന്തിക്കുന്നുണ്ട് അവർ എന്താണ് വേണ്ടത്, എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുക എന്നൊക്കെ അവർ മനസ്സിൽ ചിന്ത
ചിന്തകളുണ്ട്. ആൻഡ് അത് കഴിഞ്ഞ് അവരൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് വരുന്ന രീതിക്ക് അഗൈൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വരും, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, കാര്യങ്ങളൊന്ന് പറയുന്ന പോലെ. ഓക്കെ, എന്ന് വെച്ച് നിങ്ങളുടെയൊക്കെ പേഴ്സൻ്റെ എന്താണ് സ്വഭാവം എന്ന് നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ അത് എത്രത്തോളം അവർ പറയും, എങ്ങനെയായിരിക്കും പറയുക എന്നൊക്കെയുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ചിലപ്പോൾ അവർ വളരെ റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കണം നിർബന്ധമൊന്നുമില്ല, ബട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് അല്ലെങ്കിൽ തിരിച്ച് വരുന്ന രീതിയിലുള്ള ഞാൻ എവിടെയും പോയില്ല എന്നും പറഞ്ഞുള്ള ഒരു അപ്രോച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ അതാണ് ഇവിടെ മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഒരു കാര്യം എനിക്ക് ഇവിടെ ബാക്ക് ഓഫ് ദ ഡെക്ക് ഇത് കിട്ടിയത്, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയും നിങ്ങളും തമ്മിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ തേർഡ് പാർട്ടിയെ മേലെ തേർഡ് പാർട്ടിയിൽ നിന്ന് മാറി വരാൻ സാധിക്കുന്നവർ തേർഡ് പാർട്ടിയെ വിട്ടിട്ട് തന്നെ വരും. അല്ലാത്തവർ ജസ്റ്റ് നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അവരുടെ മനസ്സിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ എവിടെയോ അവർ നിങ്ങളെ ചൂസ് ചെയ്യുന്ന ഒരു എനർജിയാണ് എനിക്ക് വരുന്നത്. ഓക്കെ, നമുക്ക് വീണ്ടും ഒരേ മെസ്സേജാണ്. സോ ബട്ട് എന്തായാലും ഓക്കെ, ഐ തിങ്ക് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഒരിക്കൽ കൂടെ നിങ്ങൾ ചോദിച്ചായിരിക്കാം, ഉറപ്പിച്ചായിരിക്കാം അല്ലേ. പ്ലാനിങ് ഫോർ ദ ഫ്യൂച്ചർ എന്ന രീതിക്ക് ഒരു ഇത് വന്നു എനിക്ക്. ഓക്കെ, ലെറ്റ്സ് സീ നിങ്ങളുടെ കുറച്ച് മെസ്സേജസ് കൂടെ നോക്കാം നിങ്ങൾക്ക്. ഇതപ്പോഴേ നോക്കിയാൽ സോറി വേണ്ട, ആ പേജ് വേണ്ട, നേരത്തെ വന്നായിരുന്നു. എനിവേ ആ ഒരു എസ് ഒന്നും കൂടി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇരിക്കട്ടെ. ഓക്കെ ഓക്കെ, ദ നമ്പർ 8, യെസ് യു വിൽ ബി ഹാപ്പിയർ ഫോർ ഇറ്റ് എന്ന് പറയുന്നത്. നമ്പർ 8 നമ്മുടെ കാർമിക് നമ്പറാണ്. ഓക്കെ, 8 എന്ന് പറയുമ്പോൾ കർമ്മയുടെ നമ്പർ എന്ന് പറയും. അതായത് നിങ്ങളുടെ ഇടയിലുള്ള സിറ്റുവേഷൻ ഇപ്പം എന്ത് തന്നെ ആയാലും ഓക്കെ, അതൊരു കാർമിക് സിറ്റുവേഷനാണ്, ഒരു കാർമിക് സമയമാണ്. നിങ്ങളുടെ ഇടയിൽ കുറച്ച് കർമ്മ തീരാനുണ്ടായിരുന്നു എന്ന രീതിക്കാണ്. സോ മേ ബി നിങ്ങൾ തമ്മിൽ വഴക്കിട്ടു, പ്രശ്നങ്ങളായി, അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ ഇടയിൽ ഒരു കാർമിക് ഉണ്ട് എന്ന രീതിക്കുമായിരിക്കാം. ബട്ട് ഐ തിങ്ക് അത് മാറിപ്പോകുന്ന രീതിയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ. 8 ഓഫ് കപ്സ് നമ്മളിപ്പോൾ പറഞ്ഞു, 8 ഓഫ് കപ്സ് വാക്കിംഗ് അവേ എന്ന് പറഞ്ഞു നേരത്തെ. 8 ഓഫ് സോഡ്സ് ആൻഡ് 8 ഓഫ് കപ്സ് അങ്ങനെ എന്തോ അല്ലേ കണ്ട്. അപ്പോൾ അവർ എന്തിലാണോ പെട്ട് നിൽക്കുന്നത് അതിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഓക്കെ, സോ അവിടെ നിങ്ങളുടെ കർമ്മ ക്ലിയർ ആയിട്ട് വരുന്ന പോലെയാണ്. ആൻഡ് നിങ്ങൾ ഹാപ്പി ആവും എന്നാണ് കാണുന്നത്. ഓക്കെ, സോ അവിടെ നമ്പർ 8 നമ്മുടെ ആ കർമ്മ ക്ലിയർ ആവുന്നു എന്ന രീതിക്കാണ് എനിക്ക് എനർജി വരുന്നത്. സോ വെരി ഗുഡ്, നിങ്ങൾ ഹാപ്പി ആവും എന്നാണ് മെസ്സേജ്. ഓക്കെ, വൺ മോർ പേജ്. The gemstone you have chosen is a ruby. Doing so will transform your life. ഓക്കെ, നിങ്ങൾ എന്ത് കാര്യം ആണോ ഇപ്പോൾ ചിന്തിക്കുന്നത്, ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരാൻ പോകുന്നു എന്ന രീതിക്കാണ്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ റൂബി ധരിക്കാം. റൂബി റെഡ് കളർ ആക്ച്വലി നമ്മൾ ലവ് അട്രാക്ഷനൊക്കെ നല്ലതാണ്. സോ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. റൂബിയുടെ വല്ലതും വാങ്ങുന്നുണ്ടെങ്കിൽ നല്ലതാണ്, താല്പര്യമുള്ളവർക്ക്. എനിവേ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു മാറ്റം വരുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. സോ നിങ്ങളുടെ ഈ സിറ്റുവേഷനിൽ മാറ്റം വരുമെന്ന് നമുക്ക് അപ്പം തൽക്കാലം അങ്ങനെ എടുക്കാം. ലൈഫിൽ അല്ലെങ്കിലും ഓക്കെ, നിങ്ങളുടെ ചില തീരുമാനങ്ങൾ അല്ലേ നമുക്ക് ലൈഫിനെ തന്നെ മാറ്റും എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഒരു കുറേ മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, വൺ മോർ ലാസ്റ്റ് പേജ്. ലെറ്റ്സ് സീ. Mars bespeaks of a love-hate relationship that may not be worth the trouble. Okay, ഇതിവിടെ നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ കണ്ടത് നിങ്ങൾ തമ്മിലുള്ള സ്നേഹം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ്. സോ ഇത് ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾ സിറ്റുവേഷനെ കുറിച്ച് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ ഇൻ ആൻഡ് ഔട്ട് ആവുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിലും ഒരു ഉറപ്പിക്കാൻ പറ്റുന്നില്ല ദാറ്റ് എനിക്ക് വേണോ ഇവരെ അതോ വേണ്ടേ, അത് ഇവർക്ക് തന്നെ വേണോ വേണ്ടേ എന്ന രീതിക്ക് ആ ഒരു കൺഫ്യൂഷൻ എപ്പോഴും നടക്കുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾ ആ ചിന്തകളെക്കുറിച്ച് നിങ്ങൾ വിട്ട് കളഞ്ഞേക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സോ മാർസ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നുണ്ട്. മാർസ് എന്ന് പറഞ്ഞ പ്ലാനറ്റിൻ്റെ മലയാളമൊന്നും എനിക്കറിയില്ല, എനിക്കൊന്നും ഓർമ്മയില്ല. ഓക്കെ പോട്ടെ. സോ എന്തായാലും അത് പറയുന്നത് നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്ട്സ് വരുന്ന കാര്യമായിരിക്കും. ഓക്കെ, സോ അത് ആ കാര്യങ്ങൾ നിങ്ങൾ പിന്നിൽ നിങ്ങൾ വിട്ട് കളഞ്ഞേക്കുക. ഓക്കെ, കോൺഫ്ലിക്റ്റ് വരുന്നതിനെ കുറിച്ച് വിട്ട് കളഞ്ഞേക്കുക. ഓക്കെ, മനസ്സിൽ നിങ്ങൾ ഇതിനെ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ ഒരു വഴി ഞാൻ എപ്പോഴും പറയാറുണ്ട്. അവർക്ക് സ്നേഹമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ എനിക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, അത് വെറുതെ കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യുകയാണ് സിറ്റുവേഷൻസിനെ എന്നാണ്. ഓക്കെ, നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ട് നിൽക്കുക, നിങ്ങളെ തന്നെ സെൽഫ് കെയർ ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക, അതൊക്കെ വേണം. ഓക്കെ, ആൻഡ് ഈ പേഴ്സണുമായിട്ട് നിങ്ങൾ കൂടുതൽ ചിന്തിച്ച് ഓക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കണ്ട എന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഒരുപാട് നിങ്ങൾ തന്നെ നിങ്ങളെ ഓവർ സ്ട്രെസ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. സോ അതൊക്കെ വിട്ട് കളഞ്ഞേക്കൂ എന്ന ഒരു ഫീലിംഗ്. ഓക്കെ, എന്തായാലും എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക, നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.